കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നവ്യയുടെ ഒരു പുതിയ മുഖമാണ്. അഭിയും ജലജേനെ നവ്യയെ കനിക എല്ലാരും കൂടെ ചേർന്നിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ്. നവ്യയുടെ മുന്നില് മുട്ടുകുത്തി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന അഭിയേൻ ജലജയുമാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു നവ്യ ഗർഭിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കനക അങ്ങോട്ട് വരുവാണ്. കനക വന്ന് കനകയുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, കനക കുറച്ചു ദിവസം ഇവിടെ നിന്നോ, ഇനിയിപ്പം മോളുടെ കാര്യത്തിലൊരു ശ്രദ്ധയാകാമല്ലോ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ കനകയ്ക്ക് ഒരു പക്ഷെ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് തന്നെയല്ല, നവ്യയ്ക്ക് മനസ്സിന് സന്തോഷമാകുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നോളം പറയാണ്. അങ്ങനെ നവ്യനെ നോക്കാനായിട്ട് കനക അവിടെ നിൽക്കുക. പക്ഷെ ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജലജയ്ക്കും അഭിക്കും. അഭിനെയും മാറ്റിയെടുത്തിട്ട് ജലജ പറഞ്ഞു, അവളിവിടെ നിൽക്കുന്നുണ്ട്, ഇനിയിപ്പം നമ്മുടെ പരിപാടികളൊക്കെ സൂക്ഷിച്ചു വേണം. അവൾക്ക് ഭയങ്കര ബുദ്ധിയാ, ചിലപ്പോൾ അവൾ ഇവിടെ പല കുതന്ത്രങ്ങളും ഒപ്പിച്ചെന്നിരിക്കും. അതൊക്കെ എനിക്ക് അറിയാമേ എന്ന് പറയാണ്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് മകനോട് അമ്മ ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് മുറിയിലേക്ക് ജലജ വന്ന സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനകയെ കണ്ടാൽ ജലജ പറഞ്ഞു, നിനക്ക് നാണമില്ലേ? പിന്നെ വീണ്ടും അവൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. കനയ്ക്ക് ദേഷ്യം വന്നു. നാണമില്ലേന്നോ? ശരിക്കും ഇവിടെ നാണമില്ലാത്ത ആരാ? നിങ്ങൾക്കല്ലേ നാണമില്ലാത്ത? നിങ്ങൾക്ക് നാണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ ഒപ്പം ചേർന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ പ്ലാനൊക്കെ നടത്തുവോ? സ്വന്തം മകന്റെ കുഞ്ഞ്, അത് അവന്റെ കുഞ്ഞല്ലെന്ന് പറയാനായിട്ട് നിങ്ങളൊരു അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു പറയണോ? ഓ പിന്നെ ഒരു പുണ്യവതി വന്നേക്കുന്നു. നിങ്ങളുടെ മകളല്ലേ, നിങ്ങളുടെ മകൾ ആരുടെയൊക്കെ കൂടെ പോയെന്ന് ആര് കണ്ടു? ഇത് കേട്ടത് കനയ്ക്ക് അങ്ങോട്ട് പെരുത്തരുതേ, അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ മകൾ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകനാന്ന് പറയാ. പക്ഷെ എന്റെ മോള് നിങ്ങളുടെ മകനെ സ്നേഹിച്ചു പോയി, അതുകൊണ്ട് മാത്ര. പക്ഷെ ഇങ്ങോട്ട് വീടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴാ തോന്നുന്നേ. എനിക്കും മനസ്സിനകത്ത് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മക്കളും വലിയ കുടുംബത്തിൽ പോയി ജീവിക്കണമെന്ന്. അതുകൊണ്ട് മാത്രം എന്റെ മോളുടെ ജീവിതം ഈ വിധമായി തീർന്നേ. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. പിന്നീട് കനകയോട് ജലജ പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ എന്തിനാ ഈ മുറിയിലേക്ക് വന്നേ? ഈ മുറിയിലേക്ക് വന്നത് എന്തിനാന്നോ? ഈ മുറിയിലല്ലേ ഞാൻ ഇത്തോട് കിടക്കാൻ വന്നേ. അതൊന്നും ശരിയാകത്തില്ല. എന്താ ശരിയായാല്? ഇനി എന്താണ്, ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നുള്ളതെന്ന് പറയാം. ഈ മുറിയിൽ തന്നെ ഞാൻ കിടക്കണേ. ജലജയ്ക്ക് അവിടെ പെരുത്ത് കയറി. ഇവിടെ ഈ മുറിയിലുണ്ടെ തന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, തനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടില്ല. ജലജ പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് ഈ മുറിയിൽ നിന്ന് പൊക്കണം, വേറെ ഏതെങ്കിലും മുറിയിൽ പോയി കിടന്നോന്ന് പറയാം. കനക പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്താന്ന്. ഈ മുറി ഞാൻ കിടക്കുമല്ലെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറയണേ. ഇത്രയും പറഞ്ഞിട്ട് കനക എന്ത് ചെയ്യണം? കനക അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഹാളിലേക്ക് എന്നിട്ട് അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുവാണ്. പെട്ടെന്ന് നയനെ മൂർത്തി മുത്തശ്ശി എല്ലാരും കൂടെ വന്നു. അപ്പൊ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് കനക. എന്ത് പറ്റി കനക, എന്ത് പറ്റിയെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോഴും കാര്യമൊന്നും പറയുന്നില്ല. നയന വന്നിട്ട് ചോദിച്ച്, എന്ത് പറ്റിയുമോ എന്താണ് കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പൊ എന്ത് പറ്റാനാ, കൂടുതലൊന്നും പറ്റാനില്ലെന്ന് പറയാണ്. ജലജ അഭിയും കൂടെ അങ്ങോട്ട് വന്നു. ജലജയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാന്ന് പറയണേ. എന്ത് പറയാനാ, ഞാനാണെങ്കില് അപ്പൊ മുറിയിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ ജലജ എന്നോട് കാണിച്ചെന്താന്നറിയാവോ? ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം, അല്ലെ നിന്നെ കൊന്നു കളയെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ വന്നു. എന്ത് ചെയ്യാനാ, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നേ. പറ്റില്ല പറഞ്ഞു, ഇവിടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പൊക്കോളാം. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്റെ മോളെ കൊണ്ടുപോക്കോളാം. നിന്റെ മക്കളെ ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞോണ്ടാ എന്റെ കഴുത്തിന് പിടിച്ച് എന്നെ കൊല്ലാൻ വന്നേന്ന് പറയണം. പെട്ടെന്ന് ജലജമയെ ഞാൻ എങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയണം. മുത്തശ്ശൻ ചോദിച്ചു, ജലജ നിന്നോട് മുമ്പും പലവട്ടം പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ പ്രവൃത്തികളൊന്നും ചെയ്യരുതെന്ന്. നിന്റെ നാക്ക് മാത്രമല്ല നിന്റെ പ്രവൃത്തി ശരിയല്ല എന്ന് പറയാം. അല്ലാച്ചാ ഞാനൊന്നും ചെയ്തിട്ടില്ല. ദേവേനി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു ജലജെ. നീ എന്ത് പരിപാടിയാ കാണിക്കുന്നേ? നിന്റെ മരുമകളെ നോക്കാനായിട്ടല്ലേ കനക ഇവിടെ നിൽക്കുന്നേ. ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പെരുമാറും നല്ലതാണെന്ന് പറയാണ്. നിന്റെ മുറി കടന്നുറത്ത് നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, അവിടെ തന്നെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നിനക്ക് പറ്റില്ല, ഒരു കാര്യം ചെയ്യ്, നീ വേറെ എങ്ങോട്ടില്ല ആ സ്റ്റോർ റൂമിലേക്ക് അങ്ങോട്ട് മാറിക്കോ. എന്താണെങ്കിലും കനക അവിടെ തന്നെ കിടക്കുന്നുള്ളെന്ന് പറയണം. ജലജയ്ക്ക് അങ്ങോട്ട് അടിമുടി പെരുത്ത് കയറി. എന്തേലും പറയാൻ പറ്റുമോ? കനക തന്നെ അഭിനയം അങ്ങോട്ട് തുടരുവാണ്. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, പോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞങ്ങൾ നോക്കിയോളാം. പിന്നീട് കനകയോട് പറഞ്ഞു, ഇനി എന്തേലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. നിന്റെ മാത്രമല്ല അഭിയുടെ. എനിക്കറിയാം നീ ഇവന് ചേർന്ന് ഒരു പക്ഷേങ്കില് നവ്യയുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന്. അതുകൊണ്ട് മേലാല് അങ്ങനെ ഒരു ചിന്തയെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പടിക്ക് പുറത്താന്ന് മാത്രമല്ല ഇവിടുത്തെ സ്വത്തിലോ കാര്യങ്ങൾക്കോ നിനക്കൊന്നും ഒരു അധികാരം ഉണ്ടാവില്ലെന്ന് പറയണം. ചലച്ച തകർന്ന് തരിപ്പണമായിപ്പോയി. അഭി ഇങ്ങനെ അമ്മേനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാന്നുള്ള രീതിയിൽ. അങ്ങനെ ബാക്കി എല്ലാരും കൂടെ പോയി. അവസാനം അഭിയും ജലജ നവ്യ നയനയും മാത്രമായി. കനക എന്നിട്ട് ജലജയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്
ഇപ്പൊ കിട്ടിയില്ലേ നിക്ക്, ഇനിയാണ് ഞാൻ കളി തുടങ്ങാൻ പോകുന്നത്. എന്റെ മകളെ ഇവിടെ ഇട്ട് നിങ്ങൾ വിഷമിപ്പിച്ചില്ലേ, അത് മാത്രല്ല അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞ് നിന്റെ മകന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നിനക്കിട്ട് ഞാൻ പണി തരാൻ പോകുന്നുള്ളൂ. ഈ കനകയാരാ നിനക്ക് ശരിക്കും അറിയത്തില്ല, നീ കണ്ടോളാൻ പറയാണ്. ഈ സമയം നവ്യക്ക് നല്ല ചിരി വന്നു. നവ്യ എല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരുന്ന. അപ്പൊ അമ്മ എന്തായാലും പണി കൊടുക്കുന്നുണ്ട്, അത് മതിയെന്ന് നവ്യ മനസ്സിൽ കരുതുവാണ്. പിന്നീട് കാണിക്കുന്ന നവ്യ മുറി വന്നിങ്ങനെ വയറും തിരുമ്പി ഇരിക്കുകയാണ്. ഈ സമയം അഭി ഫോണിലൊക്കെ കിള്ളിയതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അഭി മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കനക കൊണ്ടുവരുന്നത്. എന്ത് പറ്റി മോളെന്ന് ചോദിക്കണം. എന്താന്ന് അറിയത്തില്ലമ്മേ, വയറിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ആ ഫുഡ് കഴിച്ചതിന് ശേഷം തുടങ്ങിയതെന്ന്. ആണോ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ മോൾക്കൊരു ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ എന്ന് പറയാണ്. ഒരു ലൈം ജ്യൂസ് എടുത്തോണ്ട് വരാന്ന്. വേണ്ടമ്മേ സാരില്ല, എടുത്തോണ്ട് വരാം മോളേന്ന് പറയാണ്. അപ്പത്തിന് പെട്ടെന്ന് അഭി അവിടെ ഇരിക്കുന്നുണ്ട്. നബി പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കാൻ പറയണം. അതെന്താ? അബി അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇതൊക്കെ അബീനെ കൊണ്ട് ചെയ്യിച്ചോളാന്ന് പറയാണ്. അബി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല, മൈൻഡ് ചെയ്യാതിരിക്കുമായിരുന്നു. പെട്ടെന്ന് കനക അബീനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മോൾക്ക് വയ്യ, അവൾക്ക് വയറിനകത്ത് എന്തോ നല്ല അസ്വസ്ഥയുണ്ടെന്ന് പറയണം. അതിനിപ്പോ എന്താ, അവളോട് അവിടെ റെസ്റ്റ് എടുക്കാൻ പറ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അബി, നീ എനിക്കൊരു ലൈം ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറയണം. ലൈം ജ്യൂസോ? അത് ഞാൻ, പിന്നെ വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയണേ. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അതിലൂടെ പോകുന്നുണ്ട്. പെട്ടെന്ന് കനക തന്റെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. കനക അബിയോട് പറഞ്ഞു, എന്താ അഭിമോനെ ഇത്, ഇവൾക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ ഈ സമയത്ത് മോൻ വേണ്ട ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. എന്നാലും ഇത് കുറച്ച് കഷ്ടമാട്ടോ. വയറ്റി വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ട അവരുടെ ഭർത്താക്കന്മാരുടെ കടമയല്ലേ, അവർക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ ലൈം ജ്യൂസ് എടുത്തോണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് മുത്തശ്ശിയെ ശ്രദ്ധിച്ചു. പക്ഷെ ഈ സമയം അബി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, ആ തട നിനക്ക് പറ്റില്ലാത്ത? ഒരു നിമിഷം അബി അമ്പരന്ന് പോയി. അബി ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വരുമെന്ന്. അതെ, നിനക്കൊരു ജ്യൂസ് എടുത്ത് കൊടുത്താൽ തന്നെ കുഴപ്പം. ഈ സമയത്താണ് അങ്ങോട്ട് ജലജ വരുന്നത്. ജലജയോട് പറഞ്ഞു, നീ ഒരിയും കെട്ടി എപ്പോഴും നടന്നു, നിന്റെ മകന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റി വേണമെന്നുള്ളത് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഇവൾക്കൊരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ താങ്ങും തള്ളുമായിട്ട് ആരാ നിൽക്കട്ടെ, നീയല്ലേ? എന്നിട്ട് നീ ഇവളുടെ കാര്യം വല്ല ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അല്ലാച്ചാ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, ഇതേ രണ്ടുപേരും കൂടി ചെന്ന് ഇവക്ക് ഒരു ജ്യൂസ് കൊടുത്തന്നെ കൊടുക്കുക, ഇവക്ക് തീരെ വയ്യാന്ന് പറയാണ്. അബീനെ നോക്കുവാണ് ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നത്. എന്തേലും പറയാൻ പറ്റുമോ? മുത്തശ്ശന്റെ കൽപ്പനയല്ലേ, എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. മുത്തശ്ശൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, അവൻ കൊണ്ടേ തരുമെന്ന് പറയണം. എന്നിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാ. ഈ സമയത്ത് ദേഷ്യപ്പെട്ട് ജലജയും അബിയും കൂടെ അങ്ങ് നേരെ ചെല്ലുവാണ്. അബിയുടെ നാരങ്ങ എടുത്തോണ്ട് വാടാന്ന് പറയണം. അങ്ങനെ നാരങ്ങ എടുത്തോണ്ട് വന്നു. പിറുപിറുത്തോണ്ട് രണ്ടുപേരും കൂടെ ജ്യൂസൊക്കെ ഉണ്ടാക്കണത്. അബിയുടെ കൊടുത്തിട്ട് കൊണ്ടാ കൊടുക്കുക അവൾക്ക്, അവളങ്ങോട്ട് കുടിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അബി കൊണ്ടുവന്ന് നവ്യക്ക് ജ്യൂസ് കുടിക്കുക. അതെ, ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടെന്ന് ജലജ പറഞ്ഞു. അങ്ങനെ നവ്യ കുടിച്ചു നോക്കിയിട്ട് ജ്യൂസിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ലൈം ജ്യൂസിന്. നവ്യ പെട്ടെന്ന് ഇതിനപ്പടി ഉപ്പ് കൂടല, ഒരു കാര്യം എനിക്ക് വേറെ ഒന്നും എടുത്തോണ്ട് വരാൻ പറയാണ്. കനയ്ക്ക് കാര്യം മനസ്സിലായി, നല്ല പണി കൊടുക്കുന്നതെന്നുള്ള കാര്യം. ഈ സമയത്ത് അബി പറഞ്ഞേ അതിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടോ നീയാണോ തീരുമാനിക്കുന്നേ, നീ കുടിച്ചാൽ മതി, എനിക്ക് വേറെ വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെ പറ, ഞാനിപ്പം മുത്തശ്ശനോടും പറഞ്ഞോളാന്ന് പറഞ്ഞേ. വേണ്ട ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോവാണ്. ഈ സമയം നവ്യനെ നോക്കി കനക ചിരിക്കുവാണ്. പിന്നീട് കനക നേരെ നവ്യയുടെ നയനയുടെ അരികിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അവര് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നേ. എന്നിട്ട് ചെന്നിട്ട് വന്ന് നവ്യയോട് പറഞ്ഞു, കൈ ഇങ്ങോട്ട് നീട്ടാൻ പറയണേ. എന്തിനാമേ, ഇങ്ങോട്ട് നീട്ട് എന്ന് പറഞ്ഞ് നീട്ടി കഴിയുമ്പോഴത്തേനും ഒരു പാത്രത്തിനകത്ത് അരച്ചു വെച്ചിരുന്ന ആ മൈലാഞ്ചി എടുത്ത് നവ്യയുടെ കയ്യിലേക്ക് ഇടാൻ തുടങ്ങണം. നവ്യ പെട്ടെന്ന് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല ഇതൊക്കെ ഇടുന്നേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കയ്യിലെ നെയിൽ പോളിഷൊക്കെ ഇനി കൊള്ളത്തില്ല, പ്രഗ്നന്റ് ആയ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇടാൻ കൊള്ളത്തില്ല. കാരണം അത് വയറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ വയറ്റി ചെന്നാൽ കുഞ്ഞിന് ദോഷമാണെന്ന് പറയണം. എന്നാലും അമ്മ എനിക്ക് വേണ്ട, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൈ നീട്ടാൻ പറഞ്ഞിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കണം. രണ്ട് കയ്യിലും വെള്ളി മൊത്തം വെച്ചു കൊടുക്കുക. ഇത് കണ്ട് നയന നിൽക്കുന്ന കഴിയുമ്പോൾ നിനക്കും വേണമെന്ന് ചോദിച്ചാൽ നയനയുടെ കയ്യിലും വെച്ചു കൊടുക്കുക. അപ്പൊ നവ്യ ചോദിച്ചു, ഇനി എങ്ങനെയാ ഫുഡ് കഴിക്കുന്നേ? ഫുഡൊക്കെ കഴിക്കാലോ, അതിന് ഞാൻ മാറി തന്നാ പോരേന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോ വിശക്കാൻ തുടങ്ങി, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കനക അകത്തേക്ക് പോകണം. കനക പോയിട്ട് കുറച്ച് പായസം എടുത്തോണ്ട് വരികയാണ്. ഇത് മോള് കുടിക്കാനും പറഞ്ഞിട്ട് നവ്യക്ക് കോരി കൊടുക്കുക. പിന്നീട് നയനയ്ക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരെ ഊട്ടുവാണ്. ഈ സമയത്ത് ടെറസിന്റെ മോളിൽ നിന്ന് ആദർശ് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആദർശിന് ഒരു കാര്യം മനസ്സിലായി, അവളുടെ അമ്മ വന്നേ പിന്നെയാണ് അവൾ ഇത്രമാത്രം സന്തോഷമായിട്ട് ഇരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ എല്ലാവർക്കും വേണ്ടി അവൾ വെച്ചോളമ്പാ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരാൾ കോരി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ വീട്ടില്. അല്ലെങ്കിലും അവളുടെ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ലല്ലോ, എല്ലാവരും അവനവന്റെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ലേ നോക്കാറുള്ളൂ. ആദർശിന് സന്തോഷമായി. ഒരുപക്ഷെ അവളുടെ അമ്മ ഉണ്ടെങ്കിൽ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നോ അത്രയും ദിവസം അവള് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആദർശിന് മനസ്സിലായി. പിന്നീട് മൈലാഞ്ചിയൊക്കെ വെച്ച് നയന നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ആദർശ് ഇങ്ങനെ ലാപ്ടോപ്പ് വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നയനയ്ക്ക് ദാഹിച്ചൊരു രക്ഷയില്ല, കൈ നിറച്ച് മൈലാഞ്ചി വെച്ചിരിക്കുക, ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണം. പെട്ടെന്ന് ആദർശനോട് പറഞ്ഞു, അതെ
എനിക്ക് ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിക്കണം. അതെന്താ അവിടെ ഇരിക്കുന്നില്ലേ, എടുത്ത് കുടിക്കാൻ പറയണം. അത് നിങ്ങളുടെ കണ്ണെന്നെ കാണത്തില്ലേ, അതെന്താ എന്റെ കയ്യെ മൈലാഞ്ചി വെച്ചിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കണം. അതെ, മൈലാഞ്ചി ഒക്കെ വെക്കണമെങ്കിലേ വെള്ളമൊക്കെ കുടിച്ചിട്ട് വെക്കണമായിരുന്നു, ഇതൊക്കെ അറിയാൻ പാടില്ലായിരുന്നു ചോദിക്കണം. എന്നാലും എനിക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തരാൻ പാടില്ലെന്ന് ചോദിക്കണം. അവസാനം സഹിയായിട്ട് ദേഷ്യപ്പെട്ട് ആദർശം കൊണ്ട് എഴുന്നേറ്റ് കുറച്ച് വെള്ളം അങ്ങോട്ട് എടുത്ത് കയ്യിലേക്ക് കൊടുക്കണം. അപ്പം ഞാൻ ഇങ്ങനെ പിടിക്കണേ, വായിൽ ഒഴിച്ചു തരാൻ പറയണം. ആദർശം കൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നയനയുടെ മേത്ത് മുഴുവൻ വീണു. നയന പെട്ടെന്ന് വെച്ച് ഇങ്ങനെയാണ് ആദർശമായിട്ട് തരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്ന് പിന്നീട് കഴിഞ്ഞ് നീ തന്നെ കുടിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും നയന പറഞ്ഞു അന്നാ എനിക്ക് വേണ്ടാന്ന് പറയണം. അങ്ങനെ മേത്ത് വീണ വെള്ളം എന്ത് ചെയ്യുക, നേരെ താഴേക്ക് വീണു. താഴെ വീണ് കഴിഞ്ഞപ്പോൾ ടൈലേ മൊത്തം വെള്ളമായി. നയനെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴത്തേനും വീഴാൻ പോയി. പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ ആദർശനെ കയറി അങ്ങോട്ട് പിടിക്കുകയാണ്. ആദർശന്റെ മേത്തേക്ക് ആ കയ്യിലുള്ള മൈലാഞ്ചി മൊത്തം ആ ഷട്ടയിലേക്ക് അങ്ങ് പറ്റുവാണ്. പക്ഷെ ആ സമയം അതൊന്നും ശ്രദ്ധിച്ചില്ല നയന. വീഴാൻ പോയ നയനെ പെട്ടെന്ന് ആദർശ് കയറി പിടിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കണ്ണ് നോക്കി നിൽക്കുകയാണ് കുറച്ച് സമയം. പെട്ടെന്നാണ് നയനയ്ക്ക് ബോധം ഉണ്ടായത്. നയന നോക്കിക്കഴിഞ്ഞപ്പോൾ ആദർശന്റെ ഡ്രസ്സ് മൊത്തം മൈലാഞ്ചിയാ. അത് സോറി കേട്ടോ, ഞാനിത് കഴുകിത്തരാം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അബദ്ധങ്ങളല്ലേ പറ്റാറുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് അറിയാതെ പറ്റിപ്പോയതല്ലേ, കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവാണ്. പിന്നീട് ദേവേന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവേന്റെ അടുത്തേക്ക് കനക വരുവാണ്. കനക വന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് കൂടെ സംസാരിക്കാണെന്ന് പറയണം. അല്ല എന്താ കാര്യം എന്താന്ന് പറ, എനിക്ക് സംസാരിക്കാനുള്ള ആദർശിനെ നയനെ കുറിച്ചാ. ഇനിയിപ്പൊ അവർക്ക് എന്താ കുഴപ്പം, അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി. നവ്യയുടെ കല്യാണം രണ്ടാമത് കഴിഞ്ഞ്, നവ്യയുടെ അബിയുടെ. നവ്യ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. പക്ഷെ ഇതുവരെ ആയിട്ടും എനിക്കൊരു വിശേഷമില്ല. അവര് തമ്മിൽ ഇതുവരെ ആയിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്നോ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം എന്ന് പറയാ. പെട്ടെന്ന് ദേവനെ പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ, അവര് കല്യാണം കഴിഞ്ഞ നാള് മുതൽ ഒരു മുറിയിലല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത്. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് അനുസരിക്കും. ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഒരു കാരണവശാലും ഞാൻ മനസ്സിൽ പോലും കരുതിയെന്ന കാര്യമല്ല നയനമോളെ ഇങ്ങോട്ട് വിടണമെന്നുള്ള. അപ്രതീക്ഷിതമായിട്ട് അന്ന് സംഭവിച്ചു പോയതാണ്. അന്ന് മുഖം മറിച്ചിരുന്ന സമയത്ത് കതിർമണ്ഡപത്തിൽ കയറി ഇരുന്നപ്പം ആദർശനെ തന്റെ മുഖം കാണിച്ചാണ് നയന. പക്ഷെ ആ സമയത്ത് വേണമെങ്കിൽ ആദർശന് ഇഷ്ടമില്ലെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവായിരുന്നു. പക്ഷെ ആദർശ് അത് ചെയ്തില്ല. പകരം നയനയുടെ കഴുത്തിൽ താലിയാർത്തി ഇങ്ങോട്ട് കൊണ്ടിട്ട് ഇത്രയും കാലമായി. ഇതുവരെയായിട്ടും അവളെ ഒരുപക്ഷെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. നിങ്ങൾ മരുമകളായിട്ടും അംഗീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അന്നേ ആ കാര്യം തുറന്നു പറയണമായിരുന്നു. വീട്ടിലേക്ക് വിളക്ക് കത്തിച്ച് സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവളെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവായിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ അവളെ നോക്കിയേനം. ഇപ്പോഴങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ അല്ല അവർ ജീവിക്കുന്ന അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അവളുടെ അമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. നിങ്ങളോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം അനുസരിക്കുള്ളൂ എന്ന് പറയാണ്. എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം. എന്റെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കാനായിട്ട് ആദർശനോട് പറയണം. എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോവാണ്. അപ്പൊ ദേവേന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പം നവ്യ ഉറക്കത്തേക്ക് ഞെട്ടി കൊണ്ടിരുന്നു. കാരണം അലാറം ബെല്ലടിച്ചു. നോക്കിയപ്പോ 4 മണി. ആ സമയത്ത് നേരെ ജലജയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അല്ല എന്താ ഈ സമയത്ത് നീ വിളിക്കുന്നത്, നിനക്ക് ഉറക്കമൊന്നുമില്ലേന്ന് ചോദിക്കണം. അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് കോഫി വേണം, പിന്നെ കഴിക്കാനും എന്തെങ്കിലും വേണം. ഈ സമയത്തോ? ഈ 4 മണി സമയത്ത്? അതിനെന്താമ്മേ, എനിക്കിപ്പോ വേണമെന്ന് പറയാം. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാം. എന്നാ ശരി, ഞാൻ ഈ മുത്തശ്ശനും മുത്തശ്ശിയോടും പോയി പറഞ്ഞോളാന്ന് പറയണം. കനകയ്ക്ക് നിയന്ത്രണം വിട്ടു. കൊണ്ടത്തര അവിടെ ഇരിക്കാൻ പറയാണ്. അങ്ങനെ പ്രാഗി നേർന്ന് കനകയല്ല സോറി ജലജ, ഇടയ്ക്ക് കനകയെന്ന് പറഞ്ഞു എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് പറയുന്നതിനിടയ്ക്ക് മാറിപ്പോന്നു കേട്ടോ. അങ്ങനെ പ്രാഗി നേർന്ന് ജലജ അകത്ത് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് കോഫി ഉണ്ടാക്കുവാണ്. അവളുടെ ഒരു പൂതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ കോഫി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. പെട്ടെന്ന് നവിച്ച് ഇതെന്താ കോഫി അമ്മേ, ഇതൊരു ടേസ്റ്റും ഇല്ല, ഇതിന് മധുരം പോലും ഇല്ലാന്ന് പറയണം. അതെ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് മധുരം ഇച്ചിരി കുറച്ചായിട്ടിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, മധുരം ഇട്ടിട്ട് വരാൻ പറയണം. അങ്ങനെ വീണ്ടും ജലജ പോയിട്ട് മധുരം ഇട്ടുകൊണ്ട് വരുവാണ്. ജലജയാണ് പിറുപിറുത്തോണ്ടാ, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉറക്കമാണ് ജലജയുടെ പോയത്. അല്ല അമ്മ എനിക്ക് കഴിക്കാൻ കൊണ്ടാന്ന് വെച്ചാൽ കഴിക്കാൻ കൊണ്ടുവന്നില്ലോ. അത് ഞാൻ മറന്നുപോയി. അന്നേ ഇനിയിപ്പോ വേണ്ട. അതെ, ഈ സ്റ്റെയർ കേസ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും 10 പ്രാവശ്യം നടക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല എനിക്ക് നല്ല കാലുവേനയൊക്കെ ഉണ്ടെന്ന് ജലജ പറയണം. അല്ലമ്മേ, അമ്മയുടെ മോന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റി വെള്ളുന്നേ, അപ്പൊ എന്നെ നോക്കേണ്ട കടമ അമ്മയ്ക്കല്ലേന്ന് ചോദിക്കണം. ജലജയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ? ജലജ പിറുപിറുത്തോണ്ട് അങ്ങോട്ട് പോവാ. നവ്യക്ക് സന്തോഷമായി ഇത് കേട്ട് കഴിഞ്ഞപ്പോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ഇങ്ങനെ മെഡിസിൻ ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാ കാര്യം പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ടത്. ഈ സമയം ജലജയും അബിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അബിയോട് ചോദിച്ചു, അല്ല അബി, നീ ഈ മെഡിസിൻ വാങ്ങിച്ചപ്പോ അത് നോക്കിയല്ലേ വാങ്ങിച്ചോണ്ട് വന്നേന്ന് ചോദിക്കണം. അത് ഞാൻ നോക്കിയാണല്ലോ വാങ്ങിച്ചോണ്ട് വന്നേ. എന്നിട്ട് എന്താ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയേ, ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് ഫോൺ എടുത്ത് അങ്ങോട്ട് വീഡിയോയും കൂടെ പിടിക്കുകയാണ്.
ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ? അതെ. നീ ഇത് വാങ്ങിച്ചോളൂ, നീ ശ്രദ്ധിച്ചില്ലേ? ഓ, അപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു നിന്റെ ശ്രമം അല്ലേ? ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, നിന്റെ അമ്മയുടെ ചതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ മരിച്ചു പോയാലും ശരി എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഒരു കാരണവശാലും ഞാൻ നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് ജലജ പറഞ്ഞു, അത് പിന്നെ അറിയാതെ പറ്റിപ്പോയ അബദ്ധമായിരിക്കും. അറിയാതെയൊന്നുമല്ല, അറിഞ്ഞോണ്ടാന്നറിയാം. അങ്ങനെയെങ്കിലും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനല്ല, അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം. അപ്പോഴാണ് അഭി ശ്രദ്ധിക്കുന്നത്, അവള് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത്. അല്ല, നീ എന്താ വീഡിയോ പിടിക്കുന്നത്? പെട്ടെന്ന് വീഡിയോ അങ്ങോട്ട് ഓഫ് ആക്കുവാണ്. ഇതേ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക നീ എനിക്ക് തന്നെന്നുള്ള തെളിവ് വേണ്ടേ? നാളെ ഒരു പക്ഷെ എന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നീ കൊന്നിട്ടുണ്ടെങ്കിലോ? ഇതെന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ അയച്ചു കൊടുക്കും, അവരുടെ ഫോണിലെല്ലാം കാണുമായിരിക്കും ഇത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരതൊരു തെളിവായിട്ട് എടുക്കൂന്ന് പറയണം. നിനക്കെതിരെ അങ്ങനെ തെളിവാകൂന്ന് പറയാം. അഭി പെട്ടുപോയി. ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അഭിനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ജലജ. പിന്നീട് അഭി പറഞ്ഞു, എന്റെ കാല് വല്ലാതെ കട്ടുകടിക്കുന്നു പറയണം. ഒന്ന് തിരുമ അഭി എന്ന് പറയണം. അഭിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അഭി എന്ത് ചെയ്യണം നോക്കി നിൽക്കുമ്പോൾ ജലജ പറഞ്ഞു, തിരുമി കൊടുക്കടാന്ന് പറയണം. അങ്ങനെ അഭി കാല് തിരുമ്പ് പറഞ്ഞു, ഇച്ചിരി മയത്തിലൊക്കെ തിരുമ, ഇത്ര ഇങ്ങനെ ദേഷ്യത്തിലാണ് തിരുമണേന്ന് ചോദിക്കണം. അങ്ങനെ അഭി കാലും കൂടെ തിരുമ്മി കൊടുക്കുക. നബിയുടെ ആഗ്രഹങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അഭിനെ കൊണ്ട് കാല് വരെ പിടിപ്പിച്ച് നവ്യ. അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ് ഈ കാണാൻ പോകുന്നത് ഇനി വരും ദിവസങ്ങളിലൊക്കെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.